മരണത്തിൽ നിന്ന് ജീവനിലേക്കും ജീവനിൽ നിന്ന് നിത്യജീവനിലേക്കുമുള്ള വലിയ ഒരു പ്രവേശനം കൂടിയാണ് ഈസ്റ്റർ ദിനത്തിൽ നാം അനുഭവിച്ച് അറിയുന്നത്. എല്ലാ കഴുമരങ്ങളും ഒരിക്കൽ ഒടിഞ്ഞു പോകും. എല്ലാ കബറിടങ്ങളും ഒരിക്കൽ തകർക്കപ്പെടും. വിഷാദത്തിൻ്റെ മരുഭൂമിയിൽ നിന്ന്, ദുഃഖത്തിൻ്റെ നിലയില്ലാ കയങ്ങളിൽ നിന്ന് ഒരു നാൾ ഫിനിക്സ് പക്ഷിയെപ്പോലെ നാം പറന്ന് ഉയരും. അവൻ പ്രവർത്തിച്ചതും പറഞ്ഞതുമല്ല അത്ഭുതം, അവൻ തന്നെയായിരുന്നു അത്ഭുതം. യേശുക്രിസ്തുവിൻ ചെയ്ത അത്ഭുതങ്ങളെക്കാൾ അപ്പുറം ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമായി ചരിത്രത്തിൽ നിലകൊള്ളുന്നത്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഈസ്റ്റർ ദിന ആശംസകൾ. തിരുനാളുകളുടെ തിരുനാൾ, ആനന്ദത്തിൻ്റെ തിരുനാൾ എന്നാണ് ഈസ്റ്റർ ദിനത്തെ ചിന്തകന്മാർ വിശേഷിപ്പിക്കുന്നത്. സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പുതിയ ഒരു യുഗം ഈസ്റ്റർ ദിനത്തിലൂടെ പിറവിയെടുക്കുന്ന സന്ദർഭമാണ് ഇത്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ ബ്രിട്ടീഷ് ചരിത്രത്തിലെ പ്രമുഖരായ 3300ഓളം ആളുകളുടെ കല്ലറകൾ ഉണ്ട്. രാജാക്കന്മാർ, പ്രധാനമന്ത്രിമാർ, കവികൾ, സമ്മാന ജേതാക്കൾ, അഭിനേതാക്കൾ, ശാസ്ത്രജ്ഞർ, സൈനിക നേതാക്കൾ, ഏത് കല്ലറയ്ക്കുള്ളിലും മഹത് വ്യക്തിത്വങ്ങളുടെ ഭൗതിക ശരീരം ഉണ്ട് എന്നുള്ള സൂചന അവിടെ ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കുള്ളിൽ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹി ഈസ് നോട്ട് ഹിയർ, ഈസ് റിസൺ. ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ പുനരുത്ഥാനം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്കും ജീവനിൽ നിന്ന് നിത്യജീവനിലേക്കുമുള്ള വലിയ ഒരു പ്രവേശനം കൂടിയാണ് ഈസ്റ്റർ ദിനത്തിൽ നാം അനുഭവിച്ച് അറിയുന്നത്. അനശ്വരതയുടെ ഒരിക്കലും അവസാനിക്കാത്ത ശംഖുലി ശബ്ദമാണ് നമ്മൾ പുനരുത്ഥാന ദിവസത്തിൽ നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നത്. യേശുവിൻ്റെ കല്ലറ തുറക്കപ്പെട്ടതും എന്നാൽ അവൻ എല്ലായിടത്തും സന്നിഹിതനാണ് എന്നുള്ള നിത്യമായ സത്യം ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ തുറക്കപ്പെട്ട കല്ലറ തുറന്ന സ്വർഗത്തിൻ്റെ പ്രവേശന കവാടമാണ്. ഇറ്റ്സ് എ ഗേറ്റ് വേ ടു ഹെവൻ. 3-4 ചെറിയ ചിന്തകൾ ഈ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഉത്ഥാനം കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ചകളിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. പ്രതീക്ഷയ്ക്ക് അപ്പുറത്തെ കാഴ്ചയിലേക്കും ഉൾക്കാഴ്ചകളിലേക്കും നമ്മെ നയിക്കുന്ന ദിനമാണ് ഈസ്റ്റർ ദിനം. ഈ കാണുന്ന ലോകത്തിനപ്പുറം കാണാത്ത ഒരു ലോകം, എന്നേക്കും തുറക്കപ്പെട്ട ഒരു ലോകത്തെ കാണുവാൻ നമ്മുടെ കണ്ണുകളെയും കാതുകളെയും മനസ്സുകളെയും തുറക്കുന്ന സന്ദർഭമാണ് ഈസ്റ്ററിൻ്റെ ദിനം. ഈസ്റ്റർ മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ക്രിസ്മസിലും നമ്മൾ കാണുന്നത് നക്ഷത്രത്തെ അകലെ കാണുന്നു, എന്നാൽ നക്ഷത്രത്തിനപ്പുറം ദൈവപുത്രനെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഈസ്റ്റർ ദിനത്തിൽ ശൂന്യമായ തുറക്കപ്പെട്ട കല്ലറ നാം കാണുന്നു എങ്കിലും ആ കല്ലറയ്ക്കപ്പുറം ഉത്ഥിതനായ യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ധാരാളം സന്ദേഹങ്ങളുടെയും ആശങ്കകളുടെയും മധ്യത്തിൽ വളരെ നിരാശ നിർഭരമായ സന്ദർഭങ്ങളിലും ഉയർത്തെഴുന്നേറ്റ കർത്താവ് സന്തത സഹചാരിയായി നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നതായി ഉത്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നശ്വരതയുടെ തടവറയിൽ നിന്നും അനശ്വരതയുടെ അനന്ത വിഹായസിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്, പുതുപ്പുറപ്പാടാണ് ഓരോ ഈസ്റ്റർ ദിനവും നമ്മളോട് സംസാരിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, ഈസ്റ്റർ ഒരു പുതിയ പുലരി നമുക്ക് വേണ്ടി തുറന്നു തരികയാണ്. പുതിയ പുലരി എന്ന് പറയുമ്പോൾ പുതിയ പ്രതീക്ഷ, പുതിയ തുടക്കം, പുതിയ ലോകം
നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അത് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻപുലരി ആണ്. പുതിയ സാധ്യതകളുടെ പുലരിയാണ് ഈസ്റ്റർ ദിനത്തിൽ തുറക്കപ്പെടുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതീക്ഷകളുടെ ആകത്തുകയാണ് ഉയർപ്പ് അഥവാ ഉത്ഥാനം. ഒരു ചിന്തകൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എല്ലാ കഴുമരങ്ങളും ഒരിക്കൽ ഒടിഞ്ഞു പോകും, എല്ലാ കബറിടങ്ങളും ഒരിക്കൽ തകർക്കപ്പെടും. വിഷാദത്തിൻ്റെ മരുഭൂമിയിൽ നിന്ന്, ദുഃഖത്തിൻ്റെ നിലയില്ലാ കയങ്ങളിൽ നിന്ന് ഒരു നാൾ ഫിനിക്സ് പക്ഷിയെപ്പോലെ നാം പറന്ന് ഉയരും. നിരാശ തളം കെട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ സകല പ്രതീക്ഷകളും അവസാനിക്കുമ്പോൾ പുതിയ ഒരു പുലരി നമുക്കായി ദൈവം ഈസ്റ്റർ ദിനത്തിൽ തുറന്ന് തരികയാണ്. അതുകൊണ്ട് സാധ്യതകളുടെ ഒരു പുതു വസന്തമായി, നിറവസന്തമായി ഓരോ പുനരുത്ഥാന ദിനവും നമുക്ക് മുമ്പിൽ തീരുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ നശിക്കാത്തത് കൊണ്ടാണ് പരീക്ഷകൾ തോറ്റുപോകുമ്പോഴും വീണ്ടും പരീക്ഷകൾ എഴുതി ഉന്നത വിജയങ്ങളിലേക്ക് തലമുറകൾ വളർന്നു വരുന്നത്. പരീക്ഷണശാലയിൽ വീണ്ടും വീണ്ടും ശാസ്ത്രജ്ഞന്മാർ പരിശ്രമം നടത്തുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കുള്ള പ്രവേശനമാണ്. പാടത്ത് വിത്തെറിയുന്ന കർഷകനും കടലിൽ വലയെറിയുന്ന മുക്കുവനും അവരുടെ മനസ്സിൽ സാധ്യതകളുടെ പുതിയ പുലരികൾ തുറന്ന് കൊടുക്കുകയാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നവീകരണത്തിൻ്റെ വലിയ വക്താവായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നാം ഇന്നിൻ്റെയും നാളുകളുടെയും ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നവരാണെങ്കിലും എനിക്കൊരു സ്വപ്നമുണ്ട്. എല്ലാ മനുഷ്യരും സമന്മാരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആത്മപ്രകാശിതമായ സത്യത്തിലേക്ക് ഒരു നാൾ ഈ നാട് ഉയരുമെന്ന സ്വപ്നം. ഒരു നാൾ ജോർജിയയിലെ ചുവന്ന കുന്നുകളിൽ പഴയ അടിമകളുടെ കുഞ്ഞുങ്ങളും പുതിയ ജന്മികളുടെ കുഞ്ഞുങ്ങളും സാഹോദര്യത്തിൻ്റെ മേൽക്കൂരയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുമെന്നുള്ള സ്വപ്നം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പങ്കുവയ്ക്കുന്നു. ജോൺ എഫ് കെന്നഡി വർണ്ണവിവേചന നിരോധന നിയമത്തിൽ ഒപ്പുവയ്ക്കുമ്പോൾ പൊതുക്കല്ലറകളിൽ അതിൻ്റെ സ്നേഹത്തിൻ്റെ മഞ്ഞ് പെയ്തിറങ്ങുകയായിരുന്നു എന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു. ഒരു നാൾ എനിക്ക് ഒരു ഉയർപ്പുണ്ടാകും, ഒരു പുതിയ പൊൻപുലരി ഈ ഇരുട്ടിനപ്പുറത്ത് ഉദിക്കും. അതാണ് മനുഷ്യജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന നിത്യ പ്രതീക്ഷയായി പ്രത്യാശയായി നിൽക്കുന്നത്. മൂന്നാമത്തെ ചിന്ത, ഈസ്റ്റർ അഥവാ ഉത്ഥാനം സ്നേഹ സുഗന്ധം പരത്തുന്ന സുദിനം കൂടി ആണ്. ഈസ്റ്ററിൻ്റെ പരിമളം അത് സ്നേഹത്തിൻ്റെ പരിമളമാണ്. കല്ലറയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദുർഗന്ധമല്ല ഇവിടെ. കല്ലറയ്ക്കപ്പുറത്തേക്ക് നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ പരിമളമാണ് അവിടെ കാണുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഒരിക്കലും അടങ്ങാത്ത വലിയ പരിമളം അവിടെ നമ്മൾ കാണുന്നു. മരണത്തിന് അപ്പുറമായി സ്നേഹം, മരണത്തിനപ്പുറം സത്യം, മരണത്തിനപ്പുറം സുവിശേഷം, മരണത്തിനപ്പുറം സ്വപ്നം മരിക്കാതെ നിൽക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഈ സ്നേഹ സുഗന്ധം നമുക്ക് പകർന്നു തരുന്നത്. സ്നേഹത്തിലൂടെ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, തകർന്നു പോയ ബന്ധങ്ങൾ തിരിച്ചു പിടിക്കുന്ന പ്രത്യേക സന്ദർഭമാണ്. ഒരു രീതിയിൽ ചിന്തിച്ചാൽ യേശു ക്രിസ്തുവിനെ കളഞ്ഞിട്ട് പോയവരെ കണ്ടെത്തുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമ്മൾ കാണുന്ന സുദിനമാണ് ഉത്ഥാനത്തിൻ്റെ ദിനം. അവരെ കണ്ടെത്തുക മാത്രമല്ല, കണ്ടെത്തി അവർക്ക് സൗഹൃദത്തിൻ്റെ കരുത്ത് പകർന്ന് വീണ്ടും ശിഷ്യ കൂട്ടായ്മയിലേക്ക് അവരെ ക്ഷണിച്ച് സൗഹൃദത്തിൻ്റെ പുതുവസന്തം വീണ്ടെടുക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. അതുകൊണ്ട് കരുതലിൻ്റെ ഒരു കാഞ്ചന വലയങ്ങൾ സൃഷ്ടിക്കുന്ന ഉത്ഥാന അനുഭവമാണ് ഉയർത്തെഴുന്നേൽപ്പിനെ തുടർന്ന് തിബരിയാസിലും എമ്മൗസിലും എല്ലാ മേഖലകളിലും യേശു ക്രിസ്തുവിലൂടെ നമ്മൾ തിരിച്ച് അറിയുന്നത്. ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. പുനരുത്ഥാനം നമുക്കൊരു പുതിയ സംസ്കാരം നൽകുകയാണ് ചെയ്യുന്നത്. പുതിയ സംസ്കാരം എന്നത് പുതിയ ഒരു ദൗത്യ സംസ്കാരം ആണ്. പുനരുത്ഥാനത്തിന് സാക്ഷികളായി തീരുന്ന സ്ത്രീകളെയും ക്രിസ്തു ശിഷ്യന്മാരെയും പരസ്യ ശുശ്രൂഷയുടെ പിന്തുടർച്ചക്കാരായി അവരെ അപ്പോസ്തലന്മാരായി നിയോഗിക്കുന്ന ഉത്ഥിതനായ കർത്താവിനെയാണ് കാണുന്നത്. അവരോട് പറയുന്നത്, നിങ്ങൾ കണ്ടതും മനസ്സിലാക്കിയതുമായ സുവിശേഷ സത്യം എല്ലാവരോടും പങ്കുവയ്ക്കണം എന്നുള്ളതാണ്. ജലാലുദ്ദീൻ റൂമി എന്ന
വ്യക്തിത്വം. യേശുക്രിസ്തുവിനെ പറ്റി വിശേഷിപ്പിക്കുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: അവൻ പ്രവർത്തിച്ചതും പറഞ്ഞതുമല്ല അത്ഭുതം, അവൻ തന്നെയായിരുന്നു അത്ഭുതം. യേശുക്രിസ്തുവിൻ ചെയ്ത അത്ഭുതങ്ങളെക്കാൾ അപ്പുറം ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമായി ചരിത്രത്തിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് സുവിശേഷ ഘോഷണം, അതിലൂടെ നിറയുന്ന ഒരു ദൗത്യ സംസ്കാരം ഓരോ ഉത്ഥാനവും നമുക്ക് നൽകുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ഏറ്റവും വലിയ അത്ഭുതം. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷിയായിരിക്കുന്നതാണ് അതിലും വലിയ അത്ഭുതം. അതുകൊണ്ട് ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കാണുന്നതിനും, നിരാശ നിറഞ്ഞ ഈ ലോകത്തിൽ, ഇരുട്ട് പടരുന്ന ഈ ലോകത്തിൽ പ്രത്യാശയുടെ പുൻപുലരി നമുക്ക് ദർശിക്കുവാനും, ദുർഗന്ധം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തുവാനും, ജീവിതത്തിൽ സംസ്കാരം, ദൗത്യ സംസ്കാരം പങ്കിടുവാനും, അതിന് സാക്ഷികളായിട്ട് നിൽക്കുവാനും നമ്മെ ഒരുക്കുന്ന വലിയ ദിനമാണ് ഈസ്റ്റർ ദിനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞ, സമാധാന നിർഭരമായ ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹവന്ദനം.